ഹലോ, എല്ലാവരും എന്നാ പറയണോ? ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. ഒത്തിരി കട്ടിയുള്ളത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പം ചിലപ്പോൾ മാളുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങും. എന്നാൽ തണുപ്പ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ടിയില്ലാത്ത ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? അതുമില്ല. ശരിക്കും പറഞ്ഞാൽ വിന്ററിലെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, കാർണിവൽ സീസൺ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണെ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കാർണിവൽ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മാത്രമല്ല മിക്ക പുറം രാജ്യങ്ങളിലേക്കും ഇങ്ങനെയാണെന്നാട്ടോ എനിക്ക് തോന്നണേ. ഇങ്ങനെയുള്ള ഫെസ്റ്റ് ഒക്കെ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണേ. ഇന്നിപ്പം സ്കൂളില് പിള്ളേർക്ക് ഈ കാർണിവലിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാട്ടോ, മാസ്കും വയ്ക്കാം. എല്ലാ വർഷവും ഞാൻ അവർക്ക് ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അവരോട് പറഞ്ഞു, മമ്മ ഞങ്ങൾക്ക് ഇത്തവണ ഡ്രസ്സ് വേണ്ട, മാസ്ക് മാത്രം മതിയെന്ന്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ദിവസം മുഴുവൻ പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് അവരവിടെ ഇരിക്കണ്ടേ, അത് അവർക്ക് ഭയങ്കര കംഫോർട്ടല്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ മാസ്ക് മാത്രം വാങ്ങിച്ചേക്കാന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ടോയ് സെന്ററിൽ പോയിട്ടുണ്ട്. കണ്ടില്ലേ എത്രയോ വലിയ കടയാണെന്ന്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. പിള്ളേരെ കൊണ്ടൊക്കെ ഇതിനകത്തേക്ക് കയറുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഓരോ മാസ്കും വാങ്ങിച്ചു. പിന്നെ മൂത്തയാൾ അവന് തന്നെ ഒരു മാസ്ക് ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. കണ്ടില്ലേ, സ്കൂളിലൊക്കെ പിള്ളേരെല്ലാം ഫുള്ള് ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ വന്നേക്കുന്നേ. ചിലരൊക്കെ മാസ്ക് മാത്രം വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ശരി, പിന്നെ കാണാവേ.